നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് പോളയുടെ റെസിപ്പിയും കണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ വലുപ്പത്തിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വല്ലാതെ കുറച്ചൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സിലേക്ക് കട്ട് ചെയ്താൽ മതി. ഇനി ഇതിനെ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതിനെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കുക. ഈ 3 വിസിൽ അടിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതിനെ ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിനെ. ഇനി ഈ ക്യാരറ്റിനെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗിവ് എവേയുടെ കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല കളേഴ്സ് ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്കൊരു 4 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ 4 മുട്ടയെ നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് പാൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ സാധാ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഒരു 6 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ക്യാരറ്റില്ലേ, അതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ആ ക്യാരറ്റും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി കേട്ടോ, കൂടി പോവരുതേ. പിന്നെ നമുക്ക് ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദയും നമ്മൾ 4 ടീസ്പൂൺ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്യാരറ്റ് പോള റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരു പാത്രത്തിലാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ താഴെ ഞാനൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പോള ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ താഴെ കുറച്ച് നെയ്യ് ഒന്നിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് പോളയുടെ കൂട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത സ്ലൈസസും അതേപോലെ തന്നെ ഞാൻ കുറച്ച് ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത്. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നമുക്ക് ഇഷ്ടമുണ്ട് എന്തും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ അടിച്ച് വെക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ എനിക്കിപ്പോൾ ആവശ്യം വന്നത് 10 മിനിറ്റാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളാണ്. അപ്പോൾ ഓരോരുത്തരെയും ഫ്ലെയിമിനനുസരിച്ച് ചെറിയ മാറ്റം വരും കേട്ടോ. ഞാനൊരു ഫോയിൽ പേപ്പറും കൂടെ മുകളിൽ വെച്ചിരുന്നു കേട്ടോ, എയർ പുറത്ത് പോകാതിരിക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ഫ്രൈ പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്നുകൂടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ക്യാരറ്റ് പോള എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതിൻ്റെ ആൻസറും എല്ലാവരും താഴെ കമൻറ്റിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.